വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടിയുള്ള 3 ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 131 ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള ബില്ലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. പ്രതിപക്ഷത്തിന്റെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ആശങ്ക അകറ്റാൻ നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കും. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ആശങ്ക അകറ്റാൻ നരേന്ദ്രമോദി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക? ഈ ആശങ്ക പ്രതിഷേധമായി മാറാനുള്ള സാധ്യതയില്ലേ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് പാർലമെന്റിൽ വനിതാ സംവരണം നടപ്പാക്കുന്നതിന് വേണ്ടി ഡീലിമിറ്റേഷൻ ഉൾപ്പെടെ നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. പക്ഷേ ഈ ബില്ലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ല് നിലവിലെ അംഗബലം അനുസരിച്ച് പാർലമെന്റിന്റെ ലോക്സഭയിൽ പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ത്യ സഖ്യം ഇന്നലെ എടുത്ത തീരുമാനം ഈ ഭരണഘടനാ ഭേദഗതിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നതാണ്. കാരണം പ്രധാനമായും പറയുന്നത് ഈ ഡീലിമിറ്റേഷൻ, അതായത് മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് ഇപ്പോൾ തിരക്കിട്ട് നടത്തേണ്ടുന്ന ഒന്നല്ല. ഇപ്പോൾ നടത്തുന്ന രീതി എന്ന് പറയുന്നത് BJPയെ സഹായിക്കുന്ന സംസ്ഥാനങ്ങളുടെ അംഗബലം കൂട്ടുന്നതിന് വേണ്ടിയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. വനിതാ സംവരണത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം ഈ ഡീലിമിറ്റേഷനിൽ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പ്രകാരം 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ പുതിയ ഡീലിമിറ്റേഷൻ നടപ്പാക്കുമ്പോൾ അത് 23 ആവും. അതായത് 3 സീറ്റുകൾ കൂടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ജനസംഖ്യ ആനുപാതികമായിട്ടല്ലാതെ 50% സീറ്റുകൾ വർദ്ധിപ്പിച്ച് നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ 20 ഉള്ളത് 30% ആവും. ഇങ്ങനെ നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നു എന്ന പരാതിക്ക് ഇടയുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദം. അതായത് ഇപ്പോൾ കേരളത്തിനുള്ളത് ആകെ ലോക്സഭാ സീറ്റുകളിൽ 3.3% മാത്രമാണ്. ആ 3.3% സീറ്റുകളുടെ എണ്ണം പുതുക്കിയ ക്രമപ്രകാരവും കേരളത്തിൽ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന മറുവാദം. എന്തായാലും ഈ വാദങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുമ്പോഴും യാതൊരു കാരണവശാലും ഈ ഇത്തരത്തിലുള്ള ഈ ഭരണഘടനാ ഭേദഗതിയെ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നിര നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK ഈ 4 പാർട്ടികളാണ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഈ 4 പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ തന്നെയും ഈ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാവുകയില്ല. അങ്ങനെയെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് BJPയും കടക്കും. കാരണം വനിതാ സംവരണത്തിന് വേണ്ടിയാണ് ഈ ബിൽ നടപ്പാക്കുന്നത് എന്ന വാദമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി പലയിടത്തും പ്രസംഗിച്ചതും. മാത്രവുമല്ല, പത്രത്തിൽ ലേഖനം എഴുതിയും രാജ്യത്തെ വനിതകളോട് സംബന്ധിച്ചും എല്ലാം തന്നെ പ്രധാനമന്ത്രി ഈ വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാവില്ല എങ്കിൽ, ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്നതിനെ തുടർന്ന് പാസ്സായില്ല എങ്കിൽ ഇതിന്റെ പാപഭാരം മുഴുവനും പ്രതിപക്ഷത്തിന്റെ ചുമലിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം കൂടി രാഷ്ട്രീയപരമായി BJP നടത്തുമെന്നതും തീർച്ചയാണ്. മോദി, ശരി.